ഇനി നമുക്ക് വളരെ പെട്ടെന്നൊരു മസാല ദോശ ഉണ്ടാക്കിയാലോ. ഞാൻ ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചു. അതിനകത്തോട്ട് കുറച്ച് എണ്ണയും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മസ്റ്റായിട്ടും ചേർക്കണം. നമ്മൾ പൊട്ടറ്റോ ആയതുകൊണ്ട് അതിന് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ 3 സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ എടുത്തു. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരുപാടങ്ങ് വഴണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, അത്യാവശ്യം വെന്ത് കിട്ടിയാൽ മതി. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുഴുങ്ങി വെച്ചേക്കുന്ന പൊട്ടറ്റോ, ഒരു 4 ചെറിയ പൊട്ടറ്റോ ആണ് കേട്ടോ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കുഴഞ്ഞിരിക്കുന്ന പൊട്ടറ്റോയുടെ അല്ലേ മസാലയല്ലേ നമുക്ക് മസാല ദോശയ്ക്കകത്ത് കിട്ടും. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. നമ്മുടെ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലയെല്ലാം പൊട്ടറ്റോയിലോട്ടും കൂടെ നന്നായിട്ട് പിടിക്കും. പിന്നെ അവസാനം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മഞ്ഞൾപ്പൊടിയല്ല മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് അടച്ച് അതൊന്ന് സ്ലോയിൽ വെച്ചേക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തെ ദോശ ചൂടാം കേട്ടോ. ദോശ നല്ല കനം കുറച്ച് പരത്തി കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് മസാല ദോശ ചുട്ടെടുക്കാവേ. അപ്പോൾ മസാല വെന്ത് വന്നിട്ടുണ്ട്, ഞാനത് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ദോശ ഞാൻ കല്ലിലോട്ട് ഒഴിച്ച് പരത്തിയിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ എന്താ ഇഷ്ടമുള്ളതെന്ന് ഒഴിക്കുക. അത് ഒഴിച്ചിട്ട് നമുക്ക് മസാലയും കൂടെ നടുക്ക് വെച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കിയെടുത്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഇതിന് ഞാൻ ചട്നിയൊന്നും ഇല്ല കേട്ടോ, ഈ മസാലയും ദോശയും മാത്രമേ കഴിക്കുന്നുള്ളൂ. എനിക്ക് മസാല ദോശ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനോട് സാമ്പാറോ ചട്നിയോ ഒന്നും ആവശ്യമില്ല. ഈ മസാലയും ദോശയും കൂടെ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ദോശയും കൂടെ ഞാൻ ചൂടാൻ പോവാണേ. നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ദോശ നല്ല ബ്രൗൺ കളറല്ലേ. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ദോശയ്ക്ക് നല്ല ബ്രൗൺ കളറല്ലേ. അപ്പം നമ്മൾ ഈ അരിയും ഉഴുന്നും അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവലും കൂടെ ചേർക്കാമെങ്കിൽ ഈ ഒരു കളറ് കിട്ടും കേട്ടോ.